ഇത്തരത്തിൽ ഒരു സിനിമയുടെ പൂജ എന്ന് തന്നെ പറയാം. ഭദ്രദീപം തെളിയിച്ചുള്ള പൂജ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദ്രാസിൽ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അന്ന് 2 കോൾ ഷീറ്റാണ്, 2 പാട്ട്. ഒന്ന് 7 to 1, പിന്നെ 2 to 9. അപ്പൊ 7 മണിക്ക് പൂജ അനൗൺസ് ചെയ്താൽ ആ തിയേറ്റർ ഇപ്പൊ AVM ഫസ്റ്റ് ഹൗസ്, അവിടെ എല്ലാവരും വരും, എല്ലാ നടന്മാരും വരും. തമിഴ്, തെലുങ്ക്, മദ്രാസാണല്ലോ. എല്ലാ പ്രൊഡ്യൂസേഴ്സും വരും, എല്ലാ ഫ്രണ്ട്സും വരും, എല്ലാ റിലേറ്റീവ്സും വരും. ഗംഭീര പൂജയാണ്. അതിനുശേഷം പാട്ട് റെക്കോർഡ് ചെയ്യും. 1 മണിക്ക് മുമ്പ് ഒരു പാട്ട് കഴിയും. അതിനുശേഷം പിന്നെ 2 to 9 വരെ രണ്ടാമത്തെ പാട്ട് കഴിയും. അപ്പം തന്നെ ഡയറക്ടറിന് പാട്ട് കൊണ്ട് പോയി ഷൂട്ട് ചെയ്യാം. ആ ഒരു അനുഭവത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, ഇന്നാണ് ഞാൻ അങ്ങനെ ഒരു പൂജ. സത്യത്തിൽ ഇതൊക്കെ ഒരു നന്മയുടെ പ്രതീകമാണ്. കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നടക്കുന്നത്, പടം എന്ന് തുടങ്ങുന്നു എന്നാരും അറിയുന്നില്ല. പടം റിലീസിന് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 10-15 ദിവസം മുമ്പ് ഒരു ഗ്രാൻഡ് അനൗൺസ്മെന്റ് വരുന്നു. പെട്ടെന്ന് പടം തിയേറ്ററിൽ വരുന്നു. ഒരുപാട് പടങ്ങൾ വിജയിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയ പടങ്ങൾ, ചെറിയ പടങ്ങൾ എന്നില്ല. ഇതിന്റെ കഥ, തിരക്കഥ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിന്റെ സ്ക്രീൻ പ്ലേ, ദെൻ ഡയറക്ടർ. ഇതാണ് ഇതിന്റെ കാര്യം. പാട്ട് എങ്ങനെ പാടിയാലും അത് എടുത്ത് വിജയിപ്പിക്കുന്നതാണ് ഒരു ഡയറക്ടറുടെ